വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിൽ കേസെടുത്ത് കൽപ്പറ്റ പോലീസ്. ടി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. പോസ്റ്റർ പതിച്ചതിൽ പരസ്പരം സംശയിക്കുകയാണ് KC വിഭാഗവും സതീശൻ അനുകൂലികളും. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, പോസ്റ്ററിൽ യുദ്ധം ഒടുവിൽ പോലീസ് സ്റ്റേഷൻ കയറുന്നുണ്ടോ? ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. കഴിഞ്ഞ ദിവസമാണ് കൽപ്പറ്റ DCC ഓഫീസിന് സമീപം രാഹുലിനെയും പ്രിയങ്കയെയും ഒപ്പം KC വേണുഗോപാലിനെയും ഒക്കെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. പിന്നീട് നമ്മൾ ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് കൽപ്പറ്റ MLA ടി സിദ്ദിഖ് ഒരു പരാതി കൽപ്പറ്റ പോലീസിൽ നൽകിയിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പോസ്റ്റർ ഒട്ടിച്ചത് രാഷ്ട്രീയ എതിരാളികളല്ല, പാർട്ടിക്കകത്തു തന്നെയുള്ള ഒരു വിഭാഗം ആളുകളാണ് എന്ന് നേതൃത്വം സംശയിക്കുന്നുണ്ട്. പക്ഷെ KC വിഭാഗമാണോ സതീശൻ അനുകൂലികളാണോ ഈ പോസ്റ്റർ ഒട്ടിച്ചതിന് പിന്നിൽ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലുള്ള പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട്. അത് ആരാണ് എന്ന് തെളിയിക്കണം. ഒപ്പം രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം പ്രിയങ്ക ഗാന്ധിക്കും കാവലാളായി നിൽക്കുന്ന കൽപ്പറ്റയിലെ ടി സിദ്ദിഖ് MLA ആണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അനുകൂലമായ രീതിയിലാണ് വയനാട്ടിൽ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രവർത്തകരുള്ളത്. ഈ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ആരാണ് ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരായി പോസ്റ്റർ ഒട്ടിച്ചത് ആരാണ് എന്നറിയണം എന്നുള്ള രീതിയിലാണ് കോൺഗ്രസിന് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൽപ്പറ്റ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം കൂടുതൽ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ച് ആരാണ് ഇത് ഒട്ടിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോൾ. അരുൺ, ഓക്കെ, താങ്ക് യു. ദീപക് ആണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. അങ്ങനെ പോസ്റ്റർ യുദ്ധം പോലീസ് കളിയായിട്ട് മാറുകയാണ്.